ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സത്യവിശ്വാസികളെ അനുമോദിച്ചുകൊണ്ടും അവരെ പ്രശംസിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിച്ചപ്പോൾ സ്വഹാബിവര്യനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന് കഠിനമായ ദുഃഖവും പ്രയാസവും ഉണ്ടായി. താൻ അന്ധനായതിനാൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് അള്ളാഹു പ്രശംസിച്ചവരുടെ കൂട്ടത്തിൽ താൻ ഉൾപ്പെട്ടില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ദുഃഖവും പ്രയാസവും. തന്റെ ദുഃഖം പ്രവാചകനോട് അദ്ദേഹം ഉണർത്തുകയുണ്ടായി. പ്രവാചകരെ, സാധിക്കുമായിരുന്നെങ്കിൽ പുണ്യയുദ്ധത്തിൽ ഞാനും പങ്കെടുക്കുമായിരുന്നു. തന്നെ പോലുള്ള ശാരീരിക പരിമിതികളുള്ളവരുടെ കാര്യത്തിൽ ആയത്തുകൾ അവതരിച്ചെങ്കിൽ എന്ന് അദ്ദേഹം ആശിക്കുകയും അള്ളാഹുവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. വിശുദ്ധ ഖുർആനിലെ അൻ-നിസാ അധ്യായത്തിലെ 95-ാം വചനത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരും വീട്ടിലിരിക്കുന്നവരും തുല്യരാവുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം എന്നാൽ ശാരീരിക പരിമിതികളുള്ളവർ ഒഴികെ എന്ന് ആയത്ത് അവതരിക്കുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന് വലിയ മനസ്സമാധാനവും ആശ്വാസവുമായി. യുദ്ധത്തിന് ശാരീരിക പരിമിതികളുള്ളവരെ അള്ളാഹു ഒഴിവാക്കിയെങ്കിലും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന് വീട്ടിലിരിക്കാൻ മനസ്സ് വന്നില്ല. പുണ്യമാർഗത്തിൽ യുദ്ധം ചെയ്യണമെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹവും ഷാഠ്യവും. അതിനുവേണ്ടി ഒരു അവസരം അദ്ദേഹം കാത്തിരുന്നു. അന്ധനായൊരു മനുഷ്യൻ എങ്ങനെയാണ് യുദ്ധത്തിൽ പങ്കെടുക്കുക? അതിന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം തന്നെ തന്റെ ചുമതല നിർണയിച്ചത് ഇങ്ങനെയാണ്: 2 അണികൾക്കിടയിൽ എന്നെ നിങ്ങൾ നിർത്തണം. ഇസ്ലാമിന്റെ കൊടി എന്റെ കൈവശം നൽകുക. ഞാൻ അന്ധനല്ലേ, ഞാൻ ഒരിക്കലും പിന്തിരിഞ്ഞോടുകയില്ല. അങ്ങനെയിരിക്കെ ഹിജ്റ 14-ാം വർഷം പേർഷ്യൻ സാമ്രാജ്യവുമായി നിർണായകമായ ഒരു യുദ്ധത്തിന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു സന്നാഹമൊരുക്കി. ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ വാഹനങ്ങളോ ശേഷിയുള്ളവർ മുഴുവൻ മദീനയിൽ എത്തണമെന്ന് ആഹ്വാനം ചെയ്തപ്പോൾ ആ ആഹ്വാനം കേട്ട് മദീനയിൽ എത്തിച്ചേർന്ന യോദ്ധാക്കളിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമും ഉണ്ടായിരുന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നായകത്വത്തിൽ മുസ്ലിം സൈന്യത്തെ ഖാദിസിയയിലേക്ക് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. ഖാദിസിയിൽ എത്തിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം പടച്ചട്ടയണിഞ്ഞ് ആയുധമേന്തിയിട്ട് വന്നിട്ട് പറഞ്ഞു, ദീനിന്റെ കൊടി ഞാൻ വഹിച്ചുകൊള്ളാം. എന്റെ മരണം വരെ ഞാനത് കാത്തു സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഘോരമായ യുദ്ധമാണ് നടന്നത്. 3 ദിവസം നീണ്ടുനിന്ന അത്രക്കും ഘോരമായ ഒരു യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ മുമ്പ് നടന്നിട്ടില്ല. 3-ാം ദിവസം യുദ്ധം അവസാനിക്കുമ്പോൾ വിശ്വാസികൾക്ക് മഹത്തായ വിജയം നൽകി അള്ളാഹു സഹായിച്ചു. പേർഷ്യ എന്ന മഹാസാമ്രാജ്യം ഇസ്ലാമിന് കീഴിൽ വന്നു. എന്നാൽ അതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ്. ശതക്കണക്കിന് വിശ്വാസികളുടെ ജീവൻ അതിന് പകരം കൊടുക്കേണ്ടി വന്നു. ഷഹീദായ സത്യവിശ്വാസികളിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമും ഉണ്ടായിരുന്നു. ഇസ്ലാമിന്റെ പതാക കെട്ടിപ്പുണർന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന്റെ ഭൗതിക ശരീരം ഖാദിസിയ യുദ്ധഭൂമിയിൽ കിടക്കുന്നുണ്ടായിരുന്നു.